മൈ ചാനൽ. നാളത്തെ +2 അക്കൗണ്ടൻസി എക്സാമിന് വേണ്ടിയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതായത് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്നുള്ള ആ ടോപ്പിക്കിൽ നിന്നാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. 2024 സേ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. Anil, Arun and Anish are partners sharing profits in the ratio of 2:2:1. Their balance sheet for the year ending 31st March 2023 is given below. ഈ ക്വസ്റ്റ്യനിൽ അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡ് എന്താണ് എന്നുള്ളത് നോട്ട് ചെയ്തേക്കണം. നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ നോക്കേണ്ട രണ്ട് കാര്യങ്ങളാണുള്ളത്. റിസർവ് ഫണ്ട് അല്ലെങ്കിൽ ജനറൽ റിസർവ് തന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ റിസർവ് ഫണ്ട് തന്നിട്ടുണ്ട് ലയബിലിറ്റി സൈഡിൽ. അപ്പോൾ ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അവർക്ക് വീതിക്കേണ്ടതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ലയബിലിറ്റി സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ റിസർവ് ഫണ്ട് ചെയ്ത പോലെ തന്നെ ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി അസറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തരുന്നതെങ്കിൽ അത് ലോസാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അത് കാണിക്കണം. ഇനി നമുക്ക് നോക്കാം അഡ്ജസ്റ്റ്മെൻറ്റ്സ്. പാരഗ്രാഫ്. അരുൺ ഡൈഡ് ഓൺ 30th June 2023. നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അരുൺ എന്നുള്ളതും ഡേറ്റും. ആൾ മരിച്ച ഡേറ്റ് 30th June ആണ്. നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് 31st March. ഇയാൾ മരിക്കുന്നത് 30th June ആണ്. അക്കോർഡിംഗ് ടു ദി ഡീഡ് ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു. അരുണിൻ്റെ ഫോളോവേഴ്സിന് കിട്ടേണ്ട എമൗണ്ട് എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് തന്നിട്ടുണ്ട് ബാലൻസ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് അരുണിന് കിട്ടും. അതുപോലെ തന്നെ ഷെയർ ഓഫ് ഗുഡ് വിൽ. ഇപ്പോൾ ഗുഡ് വില്ലിൻ്റെ ഷെയറും ആൾക്ക് അർഹതപ്പെട്ടതാണ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓൺ ദി ബേസിസ് ഓഫ് ത്രൈസ് ദി ആവറേജ് ഓഫ് പാസ്റ്റ് 3 years പ്രോഫിറ്റ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അനുസരിച്ച് നമുക്ക് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 3 വർഷത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജ് കാണണം. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുന്നതും 3 തന്നെയാണ്. അപ്പോൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കാണാം? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 3 വർഷമാണെന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ് സി. ഷെയർ ഇൻ പ്രോഫിറ്റ്സ് അപ് ടു ദി ഡേറ്റ് ഓഫ് ഡെത്ത് ഓൺ ദി ബേസിസ് ഓഫ് ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്. കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൻ്റെ ബേസിൽ എന്ത് ചെയ്യണം? ഇയാൾ മരിക്കുന്ന ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റിൻ്റെ ഷെയർ കൊടുക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് ഇയർ അവസാനിക്കുന്നത് 31st March. അതിനുശേഷം ഇയാൾ മരിക്കുന്നത് 30th June. അപ്പോൾ 3 മാസമാണ് ഇയാൾ അവിടെ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൻ്റെ ബേസിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത പോയിന്റിൽ 3 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ 2023 അതായത് തൊട്ട് മുൻപുള്ള വർഷത്തെ പ്രോഫിറ്റ് 18,000 ആണ്. അപ്പോൾ ഈ പോയിന്റിൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതേണ്ടത് 18,000 ഇൻറ്റു 3/12. അതായത് 31st March മുതൽ മരിക്കുന്ന ഡേറ്റ് വരെയുള്ള 3 മാസം. 3/12 ഇൻറ്റു അരുണിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2:2:1 ആണ്. 2/5 കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ആ എമൗണ്ട് എഴുതേണ്ടത്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിട്ടയർമെൻറ്റ് അതുപോലെ തന്നെ ഡെത്തിൻ്റെ സമയത്ത് എന്താണ് നമ്മളവിടെ ചെയ്യുന്നത്? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിട്ടയറിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമുക്കിവിടെ അരുണിൻ്റെ ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ചെയ്യണം, അനീഷിൻ്റെയും ക്യാപിറ്റലിൽ ഡെബിറ്റ് ചെയ്യണം. ഏത് റേഷ്യോയിലാണ്? ഗെയിനിങ് റേഷ്യോ. ഇവിടെ പുതിയ റേഷ്യോ പറയാത്തത് കൊണ്ട് 2:1 ആണ് ഗെയിനിങ് റേഷ്യോ. ആ റേഷ്യോയിൽ വേണം നമുക്ക് ഗുഡ് വില്ല് ട്രീറ്റ് ചെയ്യാനായിട്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദി എമൗണ്ട് പേയബിൾ ടു അരുൺസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ്. അപ്പോൾ നമുക്കിവിടെ അരുണിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം വരച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെ ആൻസർ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, നമ്മൾ ആദ്യം തന്നെ അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ്. ഇനി നമുക്കുള്ളത് എന്താണെന്ന് നോക്കി. ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? ക്യാപിറ്റലിൻ്റെ ബാലൻസ് 25,000 എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് എന്താണ്?
റിസർവിൻ്റെ ഷെയർ കൊടുക്കണം. റിസർവ് ഫണ്ട് എത്രയുണ്ട്? 15,000 ആണ്. അരുണിൻ്റെ ഷെയർ 2/5. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 6,000. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എങ്ങനെയാണ് ആ എമൗണ്ട് കിട്ടിയെന്നുള്ളത് താഴെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് പ്രോഫിറ്റ് ഫോർ ദി ലാസ്റ്റ് ഇയർ 18,000. അതിൽ നമുക്ക് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഫോർ 3 months, 3 മാസത്തെ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ 18,000 ഇൻറ്റു 3/12 ചെയ്തപ്പോൾ 4,500 കിട്ടി. ആ എമൗണ്ടിൽ നിന്ന് ഇയാളുടെ ഷെയർ, അതായത് 2/5 കണ്ടുപിടിക്കണം. ആ എമൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത് 1,800. അടുത്തായിട്ടെന്ന് പറഞ്ഞാൽ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഗുഡ് വില്ല് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഗുഡ് വില്ല് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കാണാം? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ 3 വർഷത്തെ പ്രോഫിറ്റ് 12,000 പ്ലസ് 15,000 പ്ലസ് 18,000 ഡിവൈഡഡ് ബൈ 3 ചെയ്തു. അപ്പോൾ നമുക്ക് 45,000 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 15,000 കിട്ടി. അതാണ് ആവറേജ് പ്രോഫിറ്റ്. ഗുഡ് വിൽ എന്ന് പറയുമ്പോഴോ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. 15,000 ഇൻറ്റു 3 45,000. ഇനി 45,000 നിന്ന് എന്ത് ചെയ്യണം? അരുണിൻ്റെ ഷെയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 45,000 ഇൻറ്റു 2/5 18,000 കിട്ടി. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ട്നേഴ്സ്, അതായത് അനീഷിൻ്റെ ക്യാപിറ്റലിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം, അരുണിൻ്റെ ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ചെയ്യണം. അതാണ് ഗെയിനിങ് റേഷ്യോയിൽ നമ്മൾ ചെയ്യുക. ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അനിൽസ് ക്യാപിറ്റൽ എന്നെഴുതിക്കൊണ്ട് 18,000 ഇൻറ്റു 2/3, അനീഷ് ക്യാപിറ്റൽ 18,000 ഇൻറ്റു 1/3. ഓർക്കേണ്ട കാര്യം, ഇപ്പോൾ അരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതുമ്പോൾ അരുൺ എന്നുള്ളത് വരില്ല. നമ്മളിപ്പോൾ ലാസ്റ്റ് നമ്മൾ ബാലൻസിങ് ഫിഗറിൻ്റെ നേരെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? അരുൺസ് എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട്. ഇപ്പോൾ ഡിസീസ്ഡ് പാർട്ട്ണർ ആയതുകൊണ്ടാണ് എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട്. റിട്ടയർമെൻ്റ് ആണെങ്കിൽ നമ്മൾ അരുൺസ് ലോൺ അക്കൗണ്ട് എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയായി പ്രോബ്ലം ചെയ്യുക.